ഈ അപകടത്തിൽ മരിച്ച കൃഷ്ണൻകുട്ടി എന്ന ആളുടെ ബന്ധുവായ ബിനു കൂടി ചേരുകയാണ്. ബിനു, അതേ വാദമാണ് ഇപ്പോൾ ഞാൻ പുഷ്പലതയോട് ചോദിച്ചത് താങ്കൾ കേട്ടിട്ടുണ്ടാവും. ആശുപത്രി അധികൃതർ പറയുന്നത് വെന്റിലേറ്ററോട് കൂടിയാണ് രോഗികളെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതെന്നാണ്. അങ്ങനെ അല്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് നമ്മൾ കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നില്ല. നമ്മളെ കാണിച്ചുകൊണ്ടല്ലായിരുന്നു. ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. ആ സർജിക്കൽ ഐസിയുവിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് അവര് പേഷ്യന്റിനെ വേറൊരു ഐസിയുലോട്ട് മാറ്റി. വേറൊരു ഐസിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാലിസിസ് ഐസിയുലോട്ടാണ് മാറ്റിയത്. ഡയാലിസിസ് ഐസിയുലോട്ട് മാറ്റിയെന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ അവിടെ അത് കാത്തിരിക്കുകയാണ്. ഇപ്പൊ ഇതുവഴി ചിലപ്പോൾ കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ട്. അപ്പൊ എന്നിട്ട് ഞങ്ങൾ ആ തിരക്ക് കാരണം ഞങ്ങൾ അവിടെ സെക്യൂരിറ്റി അടുത്താ ചോദിച്ചത്, ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ് നിങ്ങൾ ഇവിടെ തന്നെ കാത്തു നിൽക്കുക, നിങ്ങളുടെ പേഷ്യന്റിനെ വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഡയാലിസിസ് ഐസിയുവിന്റെ വാതിക്കൽ ഞങ്ങളുടെ കൃഷ്ണൻകുട്ടിയുടെ ആളുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിൽക്കുക, നമുക്കൊരു അറിയിപ്പ് തരികയോ ഒന്നും ചെയ്തതുമില്ല. അങ്ങനെ എന്തായാലും വെന്റിലേറ്ററിൽ കിടന്ന ഒരാള് പെട്ടെന്ന് അതിന്റെ വെന്റിലേറ്ററിന്റെ സഹായം അത് റിമൂവ് ചെയ്യുമ്പം എങ്ങനെയായാലും അത് ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും രോഗിയുടെ ആരോഗ്യസ്ഥിതി. ബിനു, ഒരു കാര്യം ചോദിച്ചോട്ടെ, കൃഷ്ണൻകുട്ടിയുടെ അസുഖം എന്തായിരുന്നു? എന്തിനായിരുന്നു അദ്ദേഹം സർജിക്കൽ ഐസിയുവിൽ പ്രവേശിപ്പിച്ചത്? എന്ത് സംഭവിച്ചതായിരുന്നു? കൃഷ്ണൻകുട്ടി ഒരു ഓട്ടോ തട്ടി അങ്ങനെ തലയടിച്ച് വീണ് ഇന്റേണൽ ബ്ലീഡിംഗ് ആയിട്ടാണ് അവിടെ കൊണ്ടുവന്നത്. ഞായറാഴ്ച ഓപ്പറേഷൻ ചെയ്തായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ എന്നാലും പറഞ്ഞായിരുന്നു ആളിന്റെ സ്ഥിതി ഇച്ചിരി മോശമാണ് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അപ്പൊ ഈ ഓക്സിജൻ സപ്പോർട്ടോ മറ്റോ ഉണ്ടായിരുന്നോ നിങ്ങളുടെ അറിവിൽ ഈ തീപിടുത്തം ഉണ്ടാകുന്നതിന് മുമ്പ് കൃഷ്ണൻകുട്ടിക്ക്? വെന്റിലേറ്ററിന്റെ സഹായത്തോടാണ്, ഓക്സിജനും വെന്റിലേറ്ററിന്റെ സഹായം എല്ലാം കൂടെ ആയിരുന്നു. ആ സ്ഥിതിയിലായിരുന്നു കിടന്നത്. ശരി, ഇനി മറ്റൊന്ന് ചോദിച്ചോട്ടെ, ഈ കട്ടിൽ ഈ വെന്റിലേറ്റർ സംവിധാനം അങ്ങനെ തന്നെ നിങ്ങളെന്തായാലും നിങ്ങളുടെ മുമ്പിൽ കൂടെ അല്ല കൊണ്ടുപോയത്, പക്ഷേ മറ്റൊരു ഐസിയുവിലേക്ക് മാറ്റി എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഈ വെന്റിലേറ്റർ സംവിധാനത്തോട് കൂടി തന്നെ മറ്റൊരു ഐസിയുവിലേക്ക് മാറ്റിയതായിക്കൂടെ? അത് നമ്മൾ കാണുന്നില്ല. അത് അവര് ചിലപ്പോൾ ചെയ്തതാണോ എങ്ങനെയാണെന്നോ നമുക്കറിയത്തില്ല. അവിടെ ഞങ്ങൾ നിന്ന സമയത്ത് ഞങ്ങളെ പിന്നീട് അവിടുത്തെ അകത്തുനിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഡോക്ടർ ഇപ്പൊ വരും, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്നു പറഞ്ഞു ആളിന്റെ സ്ഥിതി ഇച്ചിരി മോശമാണ്, വഷളാണ്. അത് ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് മാത്രമല്ല അല്ലാതെയും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അല്ലാതെയും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം? അതാണ് നമുക്ക് അറിയാൻ വയ്യാത്തത്. അത് ശരി. ഈ കാര്യത്തിൽ പരാതിയോ വല്ലതും കൊടുക്കുകയോ ആശുപത്രി അധികൃതരുമായി സംസാരിക്കാൻ ശ്രമിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ ബിനു? അത് നമ്മൾ അന്നേരത്തെ ഒരു തിരക്കും ആ ഒരു ഇത് കാരണം ഞങ്ങള് വേറൊന്നും ചെയ്തില്ല. പിന്നെ പരാതി കൊടുക്കാനോ എടുക്കാനോ ഒന്നും നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ മോർച്ചറി വെച്ച് പിറ്റേന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ബുധനാഴ്ച അടക്കുമായിരുന്നു. ബുധനാഴ്ച പോസ്റ്റ്മോർട്ടം ചെയ്ത് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് അടക്കം ചെയ്യുമായിരുന്നു ചെയ്തത്. ശരി, വളരെ നന്ദി ബിനു പ്രതികരിച്ചതിന്. ഇത് ഒരു വളരെ ഗൗരവമായ അന്വേഷണം വേണ്ട ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടോ, 1 വർഷം മുമ്പ് സമാനമായൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് കോഴിക്കോടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം ഒരു വലിയ തീപിടുത്തം. അതിൻ്റെ കാരണം പക്ഷേ ഇപ്പോഴും അവ്യക്തമാണ്, അജ്ഞാതമാണ്. വയറിങ്ങിലെ പ്രശ്നമാണ് തീപിടുത്തത്തിൻ്റെ കാരണമായി സംശയിച്ചുകൊണ്ടിരുന്നത്. കൂടുതൽ അന്വേഷണം വേണമെന്ന് കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. അതെന്തായി എന്ന് ചോദിച്ചാൽ ഒരു പിടിയുമില്ല എന്ന് വേണം പറയാൻ. അന്നും ഇതുപോലെ തന്നെ നിരവധി രോഗികൾ ഇതിനുശേഷം അന്ന് വലിയ തീയും പുകയുമൊക്കെ ഉണ്ടായതാണ് ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട്. അന്ന് വളരെ വലിയ ആക്ഷേപം ഉയർന്നതാണ്. ഇപ്പോൾ KT വിബീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. വിബീഷ്, നമ്മളെല്ലാവരും ഇതുപോലെ ഒരു ദിവസം ചർച്ച ചെയ്ത വിഷയമാണ്. 1 വർഷം കഴിയുമ്പോൾ സത്യത്തിൽ തീപിടിച്ചത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു പിടിയുമില്ല എന്നാണ്. അതെ, അതാണ് ജിമ്മി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം മെയ്യിലാണ് തീപിടുത്തമുണ്ടായത്. ദിവസങ്ങളുടെ ഇടവേളയിൽ 2 തീപിടുത്തമാണ് ഉണ്ടായിരുന്നത്. അന്ന് 5 പേരാണ് മരിച്ചിരുന്നത്. 4 പേർ ആശുപത്രിക്കുള്ളിലുള്ളവരും ഒരാൾ ആശുപത്രിയിലേക്ക് വരുന്ന വഴിക്ക്, ആശുപത്രിയുടെ ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ആളും. അന്ന് രോഗികളാകെ ആരോപിച്ചിരുന്നത് ഈ 4 പേരും മരിച്ചത് തീപിടുത്തത്തിൻ്റെ കാരണങ്ങളാലാണ്. തീപിടുത്തത്തിൽ പെട്ടെന്ന് വിഭ്രാന്തരായി ചികിത്സാ സൗകര്യങ്ങളിൽ പെട്ടെന്ന് തടസ്സമുണ്ടായതാണ്, പ്രശ്നങ്ങളുണ്ടായത് എന്നായിരുന്നു. ഇതു സംബന്ധിച്ച് പോലീസിൽ പരാതിയും എല്ലാം നൽകിയിരുന്നു. എന്നാൽ ആരോഗ്യവകുപ്പിൻ്റെ കണ്ടെത്തൽ ഇവർ 4 പേർക്കും ഗുരുതരമായ രോഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അത്തരം ഗുരുതര പ്രശ്നങ്ങളാലാണ് ഇവർ മരിച്ചത് എന്നായിരുന്നു.
പിന്നീട് ഇതിൻ്റെ അന്വേഷണം നടന്നു. അന്വേഷണം ആദ്യഘട്ടത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തി. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അന്വേഷണം നടത്തിയപ്പോൾ തന്നെ പ്രാഥമികമായി കണ്ടെത്തിയത് ഈ പുതിയ കെട്ടിടത്തിൻ്റെ വയറിങ്ങിൽ ആകെ പ്രശ്നമുണ്ട്. അതായത് വേണ്ട സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വയറിംഗ് അല്ല ഉണ്ടായിരുന്നത് എന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. ശരി, കെ ടി വിഭീഷ്, നമ്മൾ അവിടെ കാര്യങ്ങൾ വിടുകയാണ്. കോഴിക്കോട് നടന്ന തീപിടുത്തത്തിന് ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ഇരിക്കുന്ന സ്ഥലത്ത് തീപിടുത്തം ഉണ്ടാകുന്നു. ഇവിടെയും രോഗികൾ ഇതുമൂലം മരിച്ചുവെന്ന ആക്ഷേപമായിരുന്നു. ഒരു വർഷം മുമ്പത്തെ അപകടത്തെക്കുറിച്ച് ഇപ്പോഴും വ്യക്തത ഇല്ല എന്ന്